നമസ്കാരം. ഇന്ന് ലക്ഷ്മി കുബേര മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ലക്ഷ്മി കുബേര മന്ത്രങ്ങൾ ജപിച്ചാൽ സമ്പത്ത്, ഐശ്വര്യം, സമൃദ്ധി എന്നിവ നേടാം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി. ആ സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ് കുബേരൻ. ഇവരെ പ്രീതിപ്പെടുത്തുന്നത് സമ്പത്തും ഐശ്വര്യവും നേടാൻ സഹായിക്കും എന്ന് പറയുന്നു. കടങ്ങൾ വീട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴോ ബിസിനസ്സിൽ വലിയ നഷ്ടം നേരിടുമ്പോഴോ പോലുള്ള യഥാർത്ഥ കാരണങ്ങൾ ഉള്ളപ്പോൾ കുബേരമന്ത്രം ജപിക്കണം. കുബേരമന്ത്രങ്ങളും അത് ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുബേരൻ സമ്പത്ത് സൂക്ഷിപ്പുകാരനായി എങ്ങനെ മാറി എന്നും എല്ലാം പറഞ്ഞു തരാം. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. കുബേരമന്ത്രം എന്താണെന്ന് നോക്കാം. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധിം മേ ദേഹി ദാപായ സ്വാഹ. ഇതാണ് കുബേരമന്ത്രം. ഇനി ലക്ഷ്മി കുബേരമന്ത്രം എന്താണെന്ന് നോക്കാം. ഓം ഹ്രീം ശ്രീം ക്രീം ശ്രീം കുബേരായ അഷ്ടലക്ഷ്മി മമ ഗൃഹേ ധനം പുരായ നമഃ. ഇതാണ് ലക്ഷ്മി കുബേരമന്ത്രം. ഈ മന്ത്രങ്ങൾ പതിവായി ജപിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വരാൻ തുടങ്ങും. കുറഞ്ഞത് 21 ദിവസവും 108 തവണയും ഈ മന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഉത്തമമായ വിശ്വാസത്തോടെ വേണം മന്ത്രം ജപിക്കാൻ. മന്ത്രത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ജപിക്കണം. ദിവസവും ജപിക്കുക. 108 തവണ ജപിക്കുന്നതാണ് ഫലപ്രദമെന്നാണ് പറയുന്നത്. മന്ത്രം ജപിക്കുമ്പോൾ ആ ദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം ജപിക്കാൻ. ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ച് കുബേരനിൽ നിന്ന് സമ്പത്തും സമൃദ്ധിയും നേടാൻ കഴിയും. എന്നിരുന്നാലും സമ്പത്ത് ലഭിച്ചതിന് ശേഷം അഹങ്കാരം വളർത്തിയെടുക്കുന്ന ആളുകൾ തീർച്ചയായും തങ്ങളുടെ പതനം കാണും എന്നാണ് പറയുന്നത്. കുബേരൻ്റെ അനുഗ്രഹം വീണ്ടും ലഭിക്കുകയുമില്ല. കുബേരനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട്. അദ്ദേഹം ബ്രഹ്മകുടുംബത്തിലെ അംഗമാണ്. പുഷ്പകം അഥവാ പറക്കുന്ന രഥം കുബേരൻ്റെ വാഹനമാണ്. അത് ബ്രഹ്മാവാണ് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത്. കുബേരൻ പൊക്കം കുറഞ്ഞ് തടിച്ച രൂപമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ കണ്ട് ആളുകൾ കളിയാക്കുമായിരുന്നു. ഇത് കുബേരനെ വല്ലാതെ സങ്കടപ്പെടുത്തി. എല്ലാവരുടെയും ബഹുമാനം ലഭിക്കാൻ അദ്ദേഹം ശിവനെ കഠിനമായ തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിലെ എല്ലാ സമ്പത്തിൻ്റെയും കാവൽക്കാരനാകാനുള്ള വരം അദ്ദേഹത്തിന് നൽകി. അതിനുശേഷം ആരും കുബേരനെ കളിയാക്കിയില്ല. പകരം അവർ കുബേരനെ ആരാധിക്കാനും സമ്പത്തും സമൃദ്ധിയും ലഭിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാനും തുടങ്ങി. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവാനും അത് നിലനിൽക്കാനും ലക്ഷ്മി ദേവിയെയും കുബേരനെയും ഭജിക്കുന്നത് വളരെ ഗുണകരമാണ്. എല്ലാവരും ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ, അതുവഴി സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ.